Hello everyone. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മാത്തമാറ്റിക്സ് 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസിലെ സീക്വൻസസ് എന്ന ഭാഗമാണ്. സീക്വൻസസ് എന്ന കൺസെപ്റ്റ് എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് നമ്പർ പാറ്റേൺസ് ആണ്. നമ്പർ പാറ്റേൺസ് പരിചയപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ക്വയേഴ്സ് ആണ്. 1 സെൻറ്റിമീറ്റർ പ്ലസ് സ്ക്വയർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വർഷങ്ങളുടെ സീക്വൻസ്, പെരിമീറ്റേഴ്സിൻ്റെ സീക്വൻസ്, ഏരിയയുടെ സീക്വൻസ് ആൻഡ് ഡയഗണൽസിൻ്റെ സീക്വൻസ് എന്നിവയാണ് പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം. വർഷങ്ങൾ നമുക്കറിയാം 1, 2, 3, 4 എന്ന രീതിയിൽ നാച്ചുറൽ നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ഓക്കെ, 1, 2, 3, 4. ദെൻ പെരിമീറ്റേഴ്സ് എന്ന് പറയുന്നത് 4 സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് 4 ഇൻറ്റു സൈഡ്സ് ആണ് പെരിമീറ്റേഴ്സ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് 4 ഇൻറ്റു 1 4, ദെൻ 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു 4 16, 4 ഇൻറ്റു 5 20 എക്സെട്ര. ഓക്കെ, ദെൻ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. ഒരു സൈഡായാൽ എ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എ സ്ക്വയർ ഇവിടെ 1 square, 2 square, 3 square, 4 square. Therefore the sequence is 1, 4, 9, 16, then 25, then 36, 49, etc. Okay. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ, സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. നമുക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയൊക്കെ കോമൺ ഡിഫറൻസസ് സെയിം ആയിരുന്നു ആദ്യത്തിൽ. 1, 2, 3, 4 എന്നത് ഒന്ന് വീതം കൂടി വരുന്ന സീക്വൻസ് ആയിരുന്നു, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സെക്കൻഡ് വൺ പെരിമീറ്റേഴ്സ്, കോമൺ ഡിഫറൻസ് 4 to 8, ഡിഫറൻസ് ഈസ് 4. ദെൻ സീക്വൻസ് ഈസ് 4, 8, 12, 16, 20 അങ്ങനെ 4 വീതം കൂടി വരുന്ന സീക്വൻസ്. ഇനി നമ്മൾ ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എങ്കിലും ഇതൊരു സീക്വൻസ് ആണ്, ഒരു കൂട്ടം നമ്പേഴ്സ് ആണ്, ഒരു പ്രത്യേക റൂൾസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടം നമ്പേഴ്സ് ആണ്. 1, 4, 9, 16, 25, 36. ദാറ്റ് ഈസ് പെർഫെക്റ്റ് സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ച് 1, 1.5 സെൻറ്റിമീറ്റർ, 2, 2.5 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ സ്ക്വയേഴ്സ് പരിഗണിച്ചു. അപ്പോൾ നമുക്ക് സൈഡ്സിൻ്റെ സീക്വൻസ് കാണണം, പെരിമീറ്റേഴ്സിൻ്റെ സീക്വൻസ് കാണണം, ഏരിയ കാണണം, ഡയഗണൽസ് കാണണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സൈഡ്സ് 1, 1.5, 2, 2.5 എന്നിങ്ങനെ പോകുന്ന സൈഡ്സിൻ്റെ ഒരു സീക്വൻസ്. ഇനി പെരിമീറ്റർ മീൻസ് 4 ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് 4. ദെൻ 6 കിട്ടുന്നത് ഇവിടെ 1.5, ദെൻ 1.5, ദെൻ 2 സൈഡ് കൂട്ടിയാൽ 3 കിട്ടും, 4 സൈഡ് കൂട്ടിയാൽ 6 കിട്ടും. ദെൻ 4 ഇൻറ്റു 1.5 ഈസ് ഈക്വൽ ടു 6, ദെൻ 2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 8, ദെൻ 2.5 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 10. ദാറ്റ് ഈസ് ഒരു സൈഡ് കൂട്ടിയാൽ ഈ 2.5 പ്ലസ് 2.5 5 ആണ്, പിന്നെ 5 പ്ലസ് 5 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെരിമീറ്റേഴ്സിൻ്റെ സീക്വൻസും ലഭിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഏരിയ ആണ് കാണുന്നത്. ഏരിയ മീൻസ് സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെ 1 സെൻറ്റിമീറ്റർ സിമ്പിളായിട്ട് കാണാം. 1 ഇൻറ്റു 1 തന്നെ. ഇനി 1.5 ഇൻറ്റു 1.5, ദാറ്റ് ഈസ് 1.5 സ്ക്വയർ. അത് കാണുന്നത് എ പ്ലസ് ബി എന്ന ഫോമിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം, 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് ഹാഫും നമുക്ക് ആ ഇക്വേഷനിൽ, ആ ഒരു ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് 1 ആണ്, പിന്നെ 2ab 2 ഇൻറ്റു 1 ഇൻറ്റു 1/2 എന്ന് പറയുന്നതും 1 ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് 1 2 കിട്ടി, പിന്നെ 1/2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1/4. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. അങ്ങനെ നമുക്ക് ഇതിൽ 2 1/4 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ കിട്ടി. 2 and 1/4. ഇത് 2 ഇൻറ്റു അല്ല, 2 and 1/4. ദെൻ അടുത്തത് 2 ഇൻറ്റു 4 ആണ്, അത് 8 കിട്ടി. അല്ല, 2 ഇൻറ്റു 2 ആണ്, അത് 4 കിട്ടി. നെക്സ്റ്റ് വൺ 2.5. ഇതും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ തന്നെ നമുക്ക് ചെയ്യാം. എയുടെ സ്ഥാനത്ത് 2ഉം ബിയുടെ സ്ഥാനത്ത് 1/2. Therefore 2 square plus 2 into 2 into 1/2
plus 1 by 2 whole square, that is 2 square is equal to 4 ആണ്. Then 2 into 2 into 1 by 2, ഒരു 2 cancel ചെയ്ത് പോകും, പിന്നെ അവിടെ ഉള്ളത് 2 ആണ്. അപ്പോൾ 4 plus 2 that is 6, പിന്നെ 1 by 2 whole square എന്ന് പറയുന്നത് 1 by 4, അതായത് 6 1 by 4 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഏരിയയുടെ സീക്വൻസ് നമുക്ക് കിട്ടി. 1 2 1 by 4 4 6 1 by 4 എന്നിങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. ദെൻ ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഡയഗണൽസ് ആണ്. ഡയഗണൽസ് കണ്ടെത്താൻ നമുക്കിവിടെ ഉപയോഗിക്കുന്നത് പൈതഗോറസ് തിയറമാണ്. ഇത് ഡയഗണലി നമ്മൾ ഈ സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്പർ ട്രയാങ്കിളും അപ്പർ റൈറ്റ് ട്രയാങ്കിളും ലോവർ റൈറ്റ് ട്രയാങ്കിളും ലഭിക്കും. അതിൻ്റെ ബേസും ഹൈറ്റും പിന്നെ ഡയഗണലും ഹൈപ്പോട്ടനസും വെച്ചിട്ടാണ് നമ്മൾ ഡയഗണൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിൾ പരിഗണിക്കുകയാണെങ്കിൽ ബേസും ഹൈറ്റും 1 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഡയഗണൽ എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഡയഗണൽ സ്ക്വയർ, അതായത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് ലഭിക്കും. അതിൽ നിന്നും 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് ലഭിക്കും. ദെൻ ഹൈപ്പോട്ടനസ് ആ സ്ക്വയർ കൊണ്ട് ഒഴിവാക്കുമ്പോൾ RHSൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ റൂട്ട് എടുക്കണം. ദെർഫോർ നമുക്ക് അതിൻ്റെ ഡയഗണൽ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ ഡയഗണൽ എന്ന് പറയുന്നത് √2 എന്ന് കിട്ടി. 1 സെൻറ്റിമീറ്റർ ആവുമ്പോൾ ഡയഗണൽ √2 എന്ന് ലഭിച്ചു. ഇനി 1.5 സെൻറ്റിമീറ്റർ ആവുമ്പോൾ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഫ്രാക്ഷൻസ് ആണ്. 1.5 എന്ന് പറഞ്ഞാൽ 3യുടെ പകുതിയാണ്, 3/2 ആണ്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ 2 നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതാണ്. 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ 4 ആണ്, 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ 4 plus 4 എന്ന് കിട്ടും. അപ്പോൾ 4 plus 4 8 ആണ്. അപ്പോൾ √8 വരും ഇതിൻ്റെ ഡയഗണൽ. √8നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 4 into 2 ആണല്ലോ √8, അപ്പോൾ 2√2 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ ഈ ഒരു ഡയഗണൽസിൻ്റെത് ഞാനൊന്ന് എഴുതി കാണിക്കാം നിങ്ങളെ. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ഡയഗണൽസിൻ്റെത് പറയുന്നത്. ഓക്കെ, ഡയഗണൽസ് എന്ന് പറയുന്നത് 1/2 1/2, അതായത് 3/2. 1.5 എന്ന് പറയുന്നത് 3ൻ്റെ പകുതിയാണ്. അപ്പോൾ ഇവിടെ 3/2 വരും, ഇവിടെയും 3/2 വരും. അപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ 3/2 സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ 3/2 സ്ക്വയർ. ദെൻ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം 9 സ്ക്വയർ 3 സ്ക്വയർ 9 ആണ്, 2 സ്ക്വയർ 4 ആണ്. 9/4 പ്ലസ് 9/4. And hypotenuse is equal to hypotenuse square is equal to 18/4 എന്ന് കിട്ടും. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √18/2 എന്ന് കിട്ടും. ദെൻ ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു 18 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 9 into 2 എന്ന് എഴുതാം, 18. ദെൻ √9 എന്ന് പറയുന്നത് 3 ആണ്. ദെൻ കോമൺ ആയിട്ടുള്ളത് 2 ആണ്. ദെൻ 3/2 into √2. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു സീക്വൻസ് ഡയഗണൽസിൻ്റെ സീക്വൻസിൽ 1/2 വരുമ്പോൾ കിട്ടുന്നത്. ഇതുപോലെ തന്നെ മറ്റെല്ലാ കേസസിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗണൽസിൻ്റെ സീക്വൻസ് √2 √3 3/2 √2 2√2. ദെൻ ലാസ്റ്റ് വൺ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 5/2 ആണ്, 5ൻ്റെ പകുതിയാണ്. അപ്പോൾ 5/2 √2 എന്ന് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് നമ്പേഴ്സ് written like this as the first, second, third and so on according to a certain or particular rule is called number sequence. Okay, അപ്പോൾ സീക്വൻസ് എന്ന കൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു.